ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വആലി കുല്ലിൻ വഅസ്ഹാബിഹിം അജ്മഈൻ. വന്നിരായ സഭാധ്യക്ഷൻ, കർണാടക വഖഫ് ബോർഡ് മെമ്പറും SSFന്റെ മുൻ കർണാടക സംസ്ഥാന പ്രസിഡന്റുമായ ഷാഫി സഅദി, വേദിയിലുള്ള കർണാടക കൾച്ചറൽ ഫൗണ്ടേഷന്റെ ദേശീയ നേതാക്കൾ, വിശിഷ്ടാതിഥികൾ, സുദീർഘമായൊരു പ്രഭാഷണത്തിന്റെ വേദിയല്ലാത്തതുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒമാൻ ദേശീയ KCFന്റെ നേതാക്കൾ ഇവിടെ മുഖ്യാതിഥികളായി എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ സംഘാടകർക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ കർണാടകക്കാരായ പ്രവാസികളുടെ സാംസ്കാരിക, സാമൂഹിക, വൈജ്ഞാനിക വേദിയായി കഴിഞ്ഞ 2 വർഷത്തോളമായി UAE അടക്കമുള്ള വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ഗൾഫിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെയധികം ആകർഷകങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കാൻ KCFന് കഴിഞ്ഞിട്ടുണ്ട്. അഹങ്കാരത്തോടെയുള്ള പ്രകടനമല്ല, വളരെ വിനയാന്വിതനായിക്കൊണ്ട് തന്നെ പറയുകയാണ്, ഈ ഒരു മുന്നേറ്റം കർണാടകയെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വലിയ ഒരു മാറ്റത്തിന്റെ, വിപ്ലവത്തിന്റെ, ഒരു പരിവർത്തനത്തിന്റെ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ഷിമോഗയിലെ ആത്മീയ നേതൃത്വമായ ബഹുമാനപ്പെട്ട സയ്യിദ് ഷഹീദുദ്ദീൻ ബുഖാരി നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട്. ഈ മഹത്തായ വേദിയിൽ വളരെയധികം ആകർഷകമായി മാനവിക സമ്മേളനം നടക്കുമ്പോൾ അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയുകയാണ്, പ്രവാസികളായ കന്നഡക്കാർ, കർണാടക മുസ്ലിംകൾ, കർണാടകയിലെ സുന്നികൾ സംഘടനാ രംഗത്ത് അടുത്ത കാലത്തായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ, സയ്യിദുനാ താജുൽ ഉലമക്ക് ദീർഘകാലം ആശ്രയം നൽകിയ, തന്റെ ജീവിതത്തിന്റെ 3/4% എന്നുവെച്ചാൽ 75% താജുൽ ഉലമയിൽ ജീവിച്ചത് ഞങ്ങളുടെ കർണാടകയിലായിരുന്നു. ആ മഹാനുഭാവന്റെ ആശയാദർശങ്ങളും അവിടുത്തെ പൊരുത്തവും മാർഗദർശനങ്ങളും അനുനിമിഷം നേടാൻ ഭാഗ്യം ലഭിച്ചൊരു സമൂഹമാണ് കർണാടക മുസ്ലിംകൾ. അവിടുത്തെ മാർഗദർശനത്തിലൂടെ ഷെയ്ഖുനാ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് കർണാടകയിൽ SSFും SYSും നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കർണാടക മുസ്ലിംകളുടെ, സുന്നികളുടെ പ്രവാസി സംഘടനയായ KCF കഴിഞ്ഞ വർഷം 2013 ഫെബ്രുവരിയിൽ വെച്ചാണ് അത് ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കുറഞ്ഞ കാലയളവിൽ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടും ഇവിടെ ഒരുമിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കൾ, RSUടെയും ICFന്റെയും പ്രവർത്തകർ എല്ലാവിധത്തിലുള്ള സഹകരണങ്ങളും ട്രെയിനിങ്ങുകളും എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനങ്ങളും നൽകിയപ്പോ KCF ഇവിടെ വലിയ ശക്തിയായി വരാൻ അധികം സമയം വേണ്ടി വന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ഒരു മാനവിക മഹാസമ്മേളനം നടത്തുന്നിടത്തേക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് KCF വളർന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച സെപ്റ്റംബർ 19 ഞങ്ങളെല്ലാവരും ഒമാനിൽ പോയിരുന്നു. ഒമാനിൽ അതിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഹംസ സുലൈമാനും റഷീദ് ഹാജിയും ഇവിടെ എത്തിയിട്ടുണ്ട്. കർണാടക SSFന് കൃത്യമായി 25 വർഷം തികഞ്ഞ കർണാടക SSFന്റെ സിൽവർ ഡേ സെലിബ്രേഷൻ ആയിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസം ഒമാനിൽ നടന്നത്. അത് ഒമാനിന്റെ ചരിത്രത്തിലെ വലിയൊരു സംഭവമായിരുന്നു. കാരണം അവിടെ KCF തുടങ്ങിയിട്ട് കേവലം 3 മാസം പോലും തികഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ ഈ ഒരു മഹാസംഗമം നടക്കുമ്പോൾ ഇത് കേവലം ദുബൈയിൽ മാത്രമല്ല, മിഡിൽ ഈസ്റ്റ് കൺട്രികളിൽ തന്നെ ഏറ്റവും വലിയ ഒരു പരിപാടിയായി KCF നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒക്ടോബർ 17 ഖത്തറിൽ വെച്ചുകൊണ്ടൊരു മഹത്തായ മാനവിക സമ്മേളനം
ഖത്തർ KCF-ന്റെ വകയായി നടക്കുകയാണ്. സൗദിയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും അറിയുന്ന പോലെ തന്നെ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ കർണാടക യാത്ര ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 9 ദിവസങ്ങളിലായി കർണാടകയിൽ നടക്കുകയാണ്. കർണാടക എന്ന് പറഞ്ഞാൽ കേരളം കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏകദേശം മതപരമായ ചലനങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും ആലിമുകളും അധികമുള്ള ആ വിഷയത്തിൽ ഏകദേശം കേരളത്തോട് തൊട്ടു നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് മലയാള ഭാഷാ സ്വാധീനവും കേരളത്തിലെ മഹാന്മാരായ ആലിമീങ്ങളുടെ നേരിട്ടുള്ള നിയന്ത്രണങ്ങളുമൊക്കെ ആവുമ്പോൾ ആ നാട്ടിലുണ്ടാകുന്ന മതപരമായ അഭിവൃദ്ധിയും പുരോഗതിയും അതിന്റെയൊക്കെ ഭാഗമായി ഒന്നുകൂടി കർണാടകയിൽ മൊത്തം പ്രിയപ്പെട്ട ഷാഫി സാരി നിങ്ങൾ ഓർമ്മിപ്പിച്ചതുപോലെ കർണാടകയുടെ അത്യുത്തര ഭാഗമായ ഗുൽബർഗയിൽ നിന്ന് ഒക്ടോബർ 25 തീയതി പുറപ്പെട്ട് നവംബർ 2 തീയതി മംഗലാപുരത്ത് സമാപിക്കുന്ന അതിമഹത്തായ കർണാടക യാത്ര. എന്താണ് യാത്രയെന്നും യാത്രയുടെ ലക്ഷ്യമെന്നും ഞാൻ നിങ്ങളെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. മലയാളി സമൂഹം കാന്തപുരം ഉസ്താദിന്റെ 2 ബൃഹത്തായ കേരള യാത്രകൾ ആസ്വദിച്ചവരും അടുത്തറിഞ്ഞവരുമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നഗരങ്ങളുടെ സാന്ദ്രത, ജനസാന്ദ്രത കൂടുതലും നഗരങ്ങളും ടൗണുകളും വളരെ അടുത്തടുത്ത് ഉള്ള ഒരു പ്രദേശമായതുകൊണ്ട് കേരള യാത്ര എന്ന് പറയുന്ന വലിയൊരു സംഭവം, ഒരുപക്ഷെ അതൊരു യാത്രയിലും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ കേരള യാത്രയെ അപേക്ഷിച്ച് വളരെ ശ്രമകരമായ ഒരു യാത്രയാണ് കർണാടക യാത്ര. കാരണം കർണാടക ഇന്ത്യയിലെ ഏറ്റവും വലിയ 7ാമത്തെ സംസ്ഥാനമാണ്. ഒരേ ഒരു സംസ്ഥാനത്തിൽ വിവിധ ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന കർണാടകയുടെ സ്ലോഗൻ വൺ സ്റ്റേറ്റ് മെനി വേൾഡ്സ് എന്നാണ്. ഒരു സംസ്ഥാനം അനേകം പ്രപഞ്ചങ്ങൾ. കേരളത്തിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന പോലെ, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന പോലെ കർണാടക ഉയർത്തിപ്പിടിക്കാൻ മുദ്രാവാക്യം വൺ സ്റ്റേറ്റ് മെനി വേൾഡ്സ്. ഒരു ലോകം, ഒരു സ്റ്റേറ്റ്, ഒരു സംസ്ഥാനം, അനേകം ലോകങ്ങൾ എന്നുള്ളതാണ്. അത്രത്തോളം വൈവിധ്യങ്ങളും വിഭിന്നതകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ಪ್ರದೇಶമാണ് ಕರ್ನಾಟಕ. ಒಂದು ಭಾರತ ಒಂದು ಪುಟ್ಟ ಬ್ರಹ್ಮಾಂಡವಾದಡೆ ಕರ್ನಾಟಕ ಒಂದು ಪುಟ್ಟ ಭಾರತ ನೋಡ. ಇಲ್ಲಿಲ್ಲದು ಇನ್ನೆಲ್ಲಿದೆ ತೋರ, ಇಲ್ಲಿಯ ಮಣ್ಣು ಹೊನ್ನು, ಇಲ್ಲಿಯ ನೀರು ಸುದೆ, ಇಲ್ಲಿ ಜನ್ಮವನ್ನು ಬೇಡಿಕೊಂಡರೆ ಎಲ್ಲವನ್ನೂ ಬೇಡಿಕೊಂಡಂತೆ ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം കർണാടകയിൽ ജനിക്കലാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല, കർണാടകയുടെ മഹാകവി ഡോക്ടർ സിദ്ധയ്യ പുരാണിക്ക എന്ന് പറയുന്ന ഒരു കവി പറഞ്ഞതാണ്. അത്രത്തോളം അനുഗ്രഹീതമായൊരു രാജ്യത്ത് ഇൻഷാ അല്ലാഹ് കാന്തപുരം ഉസ്താദിന്റെ കർണാടക യാത്ര കൂടി നടക്കുമ്പോൾ അവിടെയുള്ള ഇസ്ലാമിക പ്രവർത്തനങ്ങൾ, സുന്നി ചരണങ്ങൾ, സംഘടനകൾ, സ്ഥാപനങ്ങൾ, എല്ലാ രംഗങ്ങളിലും അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇൻഷാ അല്ലാഹ് കഴിയും. നമുക്കറിയാം, AP ഉസ്താദ് ഒരു സ്ഥലത്ത് കാലുവെച്ചാൽ ആ സ്ഥലങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏകദേശം നൂറ്റാണ്ട് കാലമായി കേരളത്തിലെന്നല്ല, കർണാടകയിലെന്നല്ല, ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും ഉസ്താദ് നടത്തിക്കൊണ്ടിരിക്കുന്ന തുല്യതകളില്ലാത്ത വിപ്ലവങ്ങൾ ആഗോളതലത്തിൽ ഇസ്ലാമിന്റെ ഏറ്റവും നല്ല പേരും ഗുഡ്വിലും ഉണ്ടാക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി പറഞ്ഞു, ഇന്ത്യയുടെ മുസ്ലിമുകൾ ഒരിക്കലും ഇന്ത്യയുടെ ശത്രുക്കളല്ല, അവർ ജീവിക്കുന്നതും മരിക്കുന്നതും ഇന്ത്യക്ക് വേണ്ടിയാണ്. ഇത് പറയാൻ എന്താണ് കാരണം? ഇന്ത്യൻ മുസ്ലിമുകളെ സംബന്ധിച്ചുള്ള ശക്തമായ തെറ്റിദ്ധാരണകൾ നമ്മുടെ സഹോദര സമുദായങ്ങൾക്കിടയിൽ നിലനിൽക്കുമ്പോൾ ആ തെറ്റിദ്ധാരണകൾ മാറ്റിയെടുത്തുകൊണ്ട് മുസ്ലിംകളും ഈ നാടിന്റെ മൈൻ സ്ട്രീമിൽ, മുഖ്യധാരയിൽ വരേണ്ടവരാണ്. മുസ്ലിംകൾ ഇവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങളുമായും ഐക്യത്തിലും സ്നേഹത്തിലും കഴിയുന്നവരാണ്. ഇക്കാര്യം വളരെയധികം ഫലപ്രദമായി സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വർഗീയ പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയില്ല. നമുക്കറിയാം, ശൈഖുന കാന്തപുരം ഉസ്താദ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലണ്ടനിൽ വെച്ചും മറ്റും നടത്തിയ പ്രസ്താവനകൾ ഇന്ത്യൻ മുസ്ലിമുകളെ വശീകരിക്കാനോ വഴിപഴപ്പിക്കുവാനോ സ്വാധീനിക്കുവാനോ ഏതെങ്കിലും ഒരു വർഗീയ ഭീകര ശക്തികൾക്ക് കഴിയില്ല. ഒരിക്കലും ഇന്ത്യൻ മുസ്ലിമുകൾ അതിനെ അംഗീകരിക്കുകയില്ലെന്നുള്ള പ്രസ്താവന ആഗോള മാധ്യമങ്ങൾ വളരെ ഗംഭീരത്തോടുകൂടി, വളരെയധികം പ്രാധാന്യത്തോടുകൂടി അവരുടെ പത്രങ്ങളുടെ ലീഡിംഗ് ന്യൂസുകളായി പ്രസിദ്ധീകരിച്ചപ്പോൾ ഒരു കേരളീയ പണ്ഡിതൻ, ഒരു ഇന്ത്യൻ പണ്ഡിതൻ ഇന്ത്യൻ മുസ്ലിമുകളെ സംബന്ധിച്ച് ഔദ്യോഗികമായി ആഗോള മീഡിയകൾ ചർച്ച ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ മുസ്ലിമുകളെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകളും മുസ്ലിമുകളെ സംബന്ധിച്ചുള്ള
ഏതെങ്കിലും തരത്തിലുള്ള വർഗീയമോ അതല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള സങ്കല്പങ്ങളും അവിടെ സമ്പൂർണമായി തകർന്നടിയുകയും ഇസ്ലാമിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു അഭിപ്രായം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഇത് കേവലം ഒരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ AP ഉസ്താദിന്റെ ഒരു പ്രസ്താവന കൊണ്ട്, ഉസ്താദിന്റെ ഒരു വാക്കുകൊണ്ട്, ഉസ്താദിന്റെ ഒരു പ്രവൃത്തി കൊണ്ട് ഇസ്ലാമിക സമൂഹത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങളുടെ പട്ടിക ഒരിക്കലും നമുക്ക് ഏതാനും നിമിഷങ്ങളുടെ പ്രസംഗങ്ങളിൽ ഒതുക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെ കാന്തപുരം ഉസ്താദിന്റെ കർണാടക യാത്ര ഇന്ത്യയുടെ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലായി തന്നെ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ മഹാനായ ഉസ്താദ് എത്തിപ്പിടിക്കുന്നത് അക്രിമു ബനി ആദം, റെസ്പെക്ട് എ മാൻകൈൻഡ്, മനുകുലವನ್ನು ഗൗരവിಸಿ, അതല്ലെങ്കിൽ മാനവകുലത്തെ മാനിക്കുക എന്ന ഏറ്റവും ആകർഷകമായ മുദ്രാവാക്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ പോലെയുള്ള ബഹസ്വര സംസ്കാരങ്ങളും വിവിധ ജാതി മതങ്ങളും ഭാഷദേശങ്ങളും വർണ്ണവർഗങ്ങളും ഒന്നിച്ച് കഴിയുന്നൊരു നാട്ടിൽ ആവശ്യമായിട്ടുള്ള സഹവർത്തിത്വവും സഹിഷ്ണുതയും അതേപോലെ തന്നെ സൗഹാർദ്ദവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ പരസ്പരം നാം തിരിച്ചറിഞ്ഞേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കാന്തപുരം ഉസ്താദിനെ കർണാടകയിലെ ഇൻഷാ അല്ലാഹ് 20ഓളം ജില്ലകളിൽ 30ഓളം ജില്ലകളുള്ള ഏറ്റവും വലിയ സംസ്ഥാനമാണ് കർണാടക. അതിൽ 20ഓളം ജില്ലകളിൽ ഉസ്താദിന്റെ യാത്ര നടക്കുകയാണ്. 17ഓളം കേന്ദ്രങ്ങളിൽ വമ്പിച്ച മാനവിക മഹാസമ്മേളനങ്ങൾ നടക്കുകയാണ്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കം ആ മഹാസംഗമത്തിൽ ഇൻഷാ അല്ലാഹ് പങ്കെടുക്കുകയാണ്. അങ്ങനെ കർണാടകം എന്നല്ല, ലോകം മുഴുവനും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാസംഭവം ഇൻഷാ അല്ലാഹ് ഒക്ടോബർ 25 മുതൽ നവംബർ 2 കൂടിയ ദിവസങ്ങളിൽ നടക്കുമ്പോൾ ആ മഹാസംഗമത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് മാനവിക സമ്മേളനം ഇവിടെ നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ GCCയുടെ വിവിധ ഭാഗങ്ങളിലായി ഇത്തരത്തിലുള്ള മഹത്തായ സംരംഭങ്ങളും സമ്മേളനങ്ങളും സംഘടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ തുടർന്നുള്ള സഹകരണങ്ങളും ഇൻഷാ അല്ലാഹ് ഉണ്ടായാൽ നമ്മുടെ സംഘടന, നമ്മുടെ പ്രസ്ഥാനം കേവലം സമ്മേളനങ്ങളിലും പരിപാടികളിലും മാത്രം ഒതുങ്ങുന്നതല്ല. മനുഷ്യകുലത്തെ സഹായിക്കുവാനും ജനങ്ങളെ സേവിക്കുവാനും നാടിനും നാട്ടാർക്കും ആവശ്യമായ വൈജ്ഞാനിക, സാമാജിക, സാമൂഹിക നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാനും ഇത്തരത്തിലുള്ള സംഘവിപ്ലവങ്ങളെ കൊണ്ട് കഴിയുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ആശംസിച്ചുകൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.